തുടക്കക്കാരനായ കുതുബാര അത് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. അതാണ് ജീലാനി ദിനം എന്ന പേരിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ റബീഉൽ ആഖിർ 10 കഴിഞ്ഞാൽ ജീലാനിയുടെ ദിനം ആഘോഷിക്കുകയാണ്. മുത്തു മുസ്തഫായുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നതെങ്കിൽ ജീലാനി മരണപ്പെട്ട ദിനമാണ് ആഘോഷിക്കുന്നത്. അതാണ് ചരമദിനം എന്ന് പറയാൻ കാരണം ഹിജറ 470 ജനിച്ച് 590 മരണപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശൈഖ് ജീലാനി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും എത്രയോ കാലങ്ങൾക്ക് ശേഷം ജീവിച്ച അതേ ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെക്കുറിച്ച് നല്ലതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൂടെ പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹം നല്ല ഒരു ദഅവത്ത് നടത്തിയ നേതാവാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം പകർന്ന നേതാവാണ്. അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപദേശങ്ങൾ നൽകിയ നേതാവാണ്. പക്ഷേ ഏത് മഹാന്മാരുടെ പേരിലും അവരറിയാത്ത പലതും പിൽക്കാലത്ത് പ്രചരിപ്പിക്കൽ ചിലരുടെ തൊഴിലാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അബൂജഹിൽ അതാ വിഗ്രഹങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആ വിധത്തിലുള്ള പലതും വിശ്വസിച്ചിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പേരിൽ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറിയം ബീവിയുടെ പേരിൽ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ക്രൈസ്തവ മതത്തിന്റെ അനുയായികൾ അവരൊന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത പലതും അവരുടെ പേരിൽ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി നബിയെ സ്നേഹിക്കാൻ എന്ന പേരിൽ മുത്തു മുസ്തഫയുടെ പേരിൽ പലരും പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഹിജറ 470 വന്ന് പിന്നീട് കുറെ കാലം ഒരു 90ഓളം കാലം ജീവിച്ച ജീലാനിയെക്കുറിച്ചും അതാ നട്ടാൽ മുളക്കാത്ത നുണകളാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കുതുബാണ് അദ്ദേഹം എന്ന് പ്രചരിപ്പിച്ചു. അവിടെ തന്നെ അന്ധവിശ്വാസം വന്നു. അവിടെ തന്നെ ഇസ്ലാം വിരുദ്ധ വിശ്വാസം കടന്നു വന്നു. കുതുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അഥവാ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അച്ചുതണ്ടാണ് ശൈഖ് ജീലാനി. ആ ശൈഖ് ജീലാനി ടോപ്പ് കുതുബുൽ അഖ്താബാണ് പോലും, ഗൗസുൽ അഅ്ളമാണ് പോലും. അതിന്റെ കീഴേ കുറെ അബ്ദാലുകളുണ്ട്, നുഖബാഉകളുണ്ട്. ക്ഷമിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകാത്ത പദപ്രയോഗങ്ങൾ അറബിയിൽ വരുന്നുവെങ്കിൽ അതൊക്കെ സൂഫി പാർലമെന്റിലെ ചില ക്യാബിനറ്റിന്റെ പേരുകളാണെന്ന് ചുരുക്കത്തിൽ അങ്ങ് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി.